ടി വി എസ് iQube നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ബ്രാൻഡാണത്. അപ്പോൾ അവരുടെ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ റീസെൻ്റ് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നല്ല, 5 വെഹിക്കിൾസ് അവർ ലോഞ്ച് ചെയ്തു. ഇത്ര നാൾ നമുക്ക് ടി വി എസ് iQube ഉണ്ടായിരുന്ന 2 വേരിയൻസ് ആണ്. ഒന്ന് വന്നിട്ട് ബേസ് മോഡലും ഒന്ന് എസ് മോഡലും. അതിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ 5 വണ്ടികൾ അവൈലബിൾ ആണ്. അതായത് ബേസ് മോഡലിൽ തന്നെ 2 വണ്ടി അവൈലബിൾ ആണ്. അത് iQube 9ഉം iQube 12ഉം. അതിനുശേഷം മിഡിൽ വേരിയൻ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വണ്ടി, സെയിം വണ്ടി iQube S. അത് നിലവിലെ സെയിം വണ്ടി തന്നെയാണ് അത്. അതുപോലെ ടോപ്പ് എൻഡ് വേരിയൻ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ iQube ST12ഉം iQube ST17. അങ്ങനെ ടോട്ടൽ 5 വേരിയൻസ് ആണ് വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത് മാർക്കറ്റിൽ. ഈ 5 വണ്ടിക്കകത്ത് ഞാൻ ഒട്ടും റെക്കമെൻഡ് ചെയ്യാത്ത വണ്ടിയാണ് iQube ST17. കാരണം വേറെ ഒന്നല്ല, അത് ഓവർ പ്രൈസ്ഡ് വണ്ടിയാണ്. അപ്പോൾ BLDC മോട്ടറാണ് ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ പ്രൈസ് വന്നിട്ട് 1,87,000 രൂപയാണ് എക്സ്ഷോറും വില കൊച്ചിയിൽ. നമ്മളിപ്പോൾ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 150 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുണ്ട് എക്കോ മോഡൽ. പക്ഷെ എന്നിരുന്നാൽ പോലും 1,87,000 രൂപയ്ക്ക് എന്തോ BLDC മോട്ടർ എനിക്ക് അത്ര റെക്കമെൻഡ് ചെയ്യാൻ തോന്നുന്നില്ല. അപ്പോൾ ഒട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യാത്ത വണ്ടിയാണത്. പക്ഷേ വേറെ കാര്യമുള്ളത്, അവർക്ക് ബേസ് മോഡലുണ്ട്. അത് iQube 9 എന്നാണ് അതിൻ്റെ പേര്. അത് ഉപയോഗിച്ചിരുന്നത് 2.2 kW ലിഥിയം അയൺ ബാറ്ററി ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ പ്രൈസ് വന്നിട്ട് 1,09,000 രൂപയാണ് ഷോറൂം എക്സ്ഷോറൂം വില കൊച്ചിയിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് വളരെ ടൈറ്റ് ആയ ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വണ്ടി എടുക്കാം. കാരണം വേറെ ഒന്നുമല്ല, 1,09,000 തീർച്ചയായിട്ടും വെർത്താണ്, വാല്യൂ ഫോർ മണി തന്നെയാണ്. പക്ഷേ അതിനോടൊപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഓല സീരീസ് ഓഫ് വെഹിക്കിൾസിൽ സിമിലർ ആയിട്ടൊരു വണ്ടിയുണ്ട്. അതിൻ്റെ പേര് വന്നിട്ട് ഓല S1X 2 kW ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ഇത് തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ഓല S1X 2 kW അതുപോലെ iQubeൻ്റെ 9 ആയിട്ടുള്ള കമ്പാരിസൺ വീഡിയോ ആണ്. അപ്പോൾ ഏതാണ് ബെസ്റ്റ് വാല്യൂ ഫോർ മണി എന്നുള്ളത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. അപ്പോൾ വീഡിയോ പോകുന്ന മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ ആൻസർ ചെയ്യുന്നതാണ്. അതിനൊപ്പം നിങ്ങളെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അതിന് സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് അതിൻ്റെ വില തന്നെയാണ്. കാരണം വേറെ ഒന്നല്ല, ഏറ്റവും വില കുറഞ്ഞ വണ്ടി നമ്മൾ നോക്കാറുണ്ട്. അത് മാത്രമല്ല കൂടുതൽ റേഞ്ച് കിട്ടുന്ന വണ്ടി, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ പ്രൈസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറിനാണ് നമ്മൾ വണ്ടി എടുക്കാൻ പോകുമ്പോൾ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ വിൻ ചെയ്യുന്നത് ഓലയുടെ S1X 2 kW ആണ്. കാരണം വേറെ ഒന്നല്ല, അതിൻ്റെ എക്സ്ഷോറും വില എന്ന് പറയുന്നത് 70,000 രൂപയാണ്. അതേസമയം നമ്മൾ iQubeൻ്റെ 9 റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ വില വന്നിട്ട് 1,09,000 രൂപയാണ് ഷോറൂം എക്സ്ഷോറും വില കൊച്ചിയിൽ കാണിക്കുന്നത്. അപ്പോൾ പ്രൈസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബെറ്റർ ഓപ്ഷൻ വന്നിട്ട് ഓല തന്നെയായിരിക്കും. അടുത്ത നമ്മൾ ഡിസൈൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആക്ച്വലി നമുക്ക് ഡിസൈൻ പേഴ്സൺ ടു പേഴ്സൺ അത് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ എന്നാൽ പോലും പല കാര്യങ്ങളും നമുക്കതിൽ മനസ്സിലാക്കാനുണ്ട്. കാരണം വേറെ ഒന്നല്ല, ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ്. അപ്പോൾ ഫിറ്റ് ആൻഡ് ഫിനിഷ് കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് iQube ആയിരിക്കും കുറച്ച് ബെറ്റർ ഓപ്ഷൻ. കാരണം വേറെ ഒന്നല്ല, ഓലയ്ക്ക് ഫിറ്റ് ആൻഡ് ഫിനിഷ് അത്ര നല്ലതല്ല. കാരണം ധാരാളം ഫിറ്റ് ഗ്യാപ്പ് ഇഷ്യൂസും അങ്ങനെ കുറേ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിൽ ബെറ്റർ ഓപ്ഷനായിട്ട് തോന്നുന്നത് iQubeൻ്റെ 9 തന്നെയായിരിക്കും. അടുത്തായിട്ട് നമ്മൾ മോട്ടറിൻ്റെ സ്പെക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 വണ്ടിക്കകത്ത് ഉപയോഗിക്കുന്ന BLDC ഹബ് മോട്ടറിനാണ്. അപ്പോൾ ഓലയുടെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പീക്ക് പവർ ഔട്ട്പുട്ട് വന്നത് 6 kW ആണ്. അതേസമയം കണ്ടിന്യൂസ് പവർ ഔട്ട്പുട്ട് 2.7 kW. അത് മാത്രമല്ല 85 km ടോപ്പ് സ്പീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 95 km ആണ് IDC റേഞ്ച്. അതിൽ വേറെ കാര്യമുള്ളത് IDC റേഞ്ച് ആണ്, റിയൽ റേഞ്ച് അല്ല. റിയൽ റേഞ്ച് വന്നിട്ട് 71 km കിട്ടാറുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ iQube വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ iQube 9 ഉപയോഗിക്കുന്നത് സെയിം തന്നെയാണ്, BLDC മോട്ടറാണ്. പക്ഷേ അതിൻ്റെ പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പവർ ഔട്ട്പുട്ട് 3 kW, പീക്ക് പവർ ഔട്ട്പുട്ട് 4.4 kW ആണ്. അത് 75 km ആണ് ടോപ്പ് സ്പീഡും 75 km റിയൽ വേൾഡ് റേഞ്ചും കിട്ടുന്നുണ്ട്. അപ്പോൾ റേഞ്ചിൻ്റെ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം. TVS ഇപ്പോൾ 75 എന്ന് പറയുകയാണെങ്കിൽ 75 കിട്ടാറുണ്ട്. കാരണം വേറെ നല്ല റിയൽ വേൾഡ് റേഞ്ചാണ്, IDC റേഞ്ച് അല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പോലും അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ബെറ്റർ ഓപ്ഷൻ തോന്നുന്നത് iQubeൻ്റെ 9 തന്നെയാണ്. അടുത്ത നമ്മൾ ബാറ്ററിയുടെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓലയ്ക്കകത്ത് വരുന്നത് 2 kW ലിഥിയം അയൺ ബാറ്ററിയാണ്. അതേസമയത്ത് iQube വരുന്നത് 2.2 kW ലിഥിയം അയൺ ബാറ്ററി. അപ്പോൾ കുറച്ചും കൂടി കൂടുതലുള്ളത് iQube തന്നെയാണ്. അപ്പോൾ അത് കാരണം നമുക്ക് റേഞ്ചും കുറച്ച് കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബെറ്റർ ഓപ്ഷനായിട്ട് തോന്നുന്നത് iQube തന്നെയായിരിക്കും. അടുത്ത വണ്ടി ബ്രേക്കിംഗ് സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓലയ്ക്കകത്ത് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും വന്നിട്ട് ഡ്രം ബ്രേക്ക് ആണ്. അതേസമയം നമ്മൾ iQubeൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വന്നിട്ട് ഡിസ്ക് ബ്രേക്കും ബാക്കിൽ വന്നിട്ട് ഡ്രം ബ്രേക്കും ആണ്. അപ്പോൾ സേഫ്റ്റിയുടെ കേസിൽ നമ്മൾ കുറച്ചും കൂടി മുന്നിൽ നിൽക്കുന്നത് iQube തന്നെയായിരിക്കും. അടുത്ത നമ്മൾ വാറണ്ടിയുടെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓല കൊടുക്കുന്നത് 80,000 കിലോമീറ്ററും 8 വർഷമാണ് ബാറ്ററിക്ക് വാറണ്ടി കൊടുക്കുന്നത്, ബാറ്ററിക്ക് മോട്ടറിനും. അതേസമയം നമ്മൾ iQubeൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് 3 വർഷം കിട്ടുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ വിൻ ചെയ്യുന്നത് ഓല തന്നെയായിരിക്കും. അപ്പോൾ 8 വർഷം ബാറ്ററിക്ക് വാറണ്ടി എന്നൊക്കെ പറയുമ്പം നമുക്ക് സെഗ്മെൻറ്റിൽ തന്നെ വേറെ ഒരു വണ്ടി ഇല്ല ഓലയോട് കോമ്പീറ്റ് ചെയ്യാൻ. അപ്പോൾ വാറണ്ടിയുടെ കേസിൽ എപ്പോഴും ഓല തന്നെയായിരിക്കും ജയിക്കുക. പക്ഷേ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്കിപ്പോൾ വാറണ്ടി മാത്രം പോരാ, നമുക്ക് ആഫ്റ്റർ സെയിൽ സർവീസ് നല്ലതായിരിക്കണം. അപ്പോൾ അടുത്ത നമ്മൾ ആഫ്റ്റർ സെയിൽ സർവീസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും വിൻ ചെയ്യുന്നത് iQube തന്നെയാണ്. കാരണം നമുക്കറിയാം TVSൻ്റെ ആഫ്റ്റർ സർവീസ് വളരെ നല്ലതാണ്. ഓലയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ ആണ് iQubeൻ്റെ കേസ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ വിൻ ചെയ്യുന്നത് iQubeൻ്റെ 9 തന്നെയായിരിക്കും. അടുത്ത നമ്മൾ ഇൻസ്ട്രുമെന്റേഷൻ ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ iQube വരുന്നത് 5 ഇഞ്ചിൻ്റെ ഒരു TFT സ്ക്രീനാണ് വരുന്നത്. അതേസമയം ഓല നോക്കുകയാണെങ്കിൽ ഓലയ്ക്കകത്ത് 4.8 ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റേഷൻ ക്ലസ്റ്ററാണ് വരുന്നത്. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനാണ് വരുന്നത്. അപ്പോൾ അത് കാരണം തീർച്ചയായിട്ടും അതിൽ ഒരു പ്ലസ് പോയിന്റ് ആയിട്ടുള്ളത് iQubeൻ്റെ 9 തന്നെയാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. അടുത്ത നമ്മൾ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 വണ്ടിക്കകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ വരുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ SMS കോഡ് അലേർട്ട് അതൊക്കെ അഡീഷണൽ ആയിട്ട് നമുക്ക് iQubeലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കാരണം വേറെ ഒന്നല്ല, ഓലയ്ക്കകത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു 4.3 ഇഞ്ചിൻ്റെ ഒരു ഡിജിറ്റൽ ക്ലസ്റ്ററാണ് ഉള്ളത്. അപ്പോൾ അത് കാരണം അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതേസമയത്ത് iQubeലാണെങ്കിൽ നമുക്ക് അതൊക്കെ സ്റ്റാൻഡേർഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ തീർച്ചയായിട്ടും അതിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് iQube 9 തന്നെയാണ് നിൽക്കുന്നത്. അടുത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. കാരണം വേറെ ഒന്നല്ല, അതിൻ്റെ ചാർജറാണ്. നമുക്ക് ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം ചാർജറിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. എന്തുമാത്രം പെട്ടെന്ന് വണ്ടി ചാർജ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ഇപ്പോഴത്തെ ചാർജസ് ഒന്ന് നോക്കുകയാണെങ്കിൽ ധാരാളം സമയം എടുക്കുന്ന ചാർജസ് ആണ്. നമ്മൾ ഓലയുടെ കേസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓല S1X 2 kW ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് 6 മണിക്കൂർ 30 മിനിറ്റ് എടുക്കും. അപ്പോൾ 6 മണിക്കൂർ നമുക്ക് വണ്ടി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതേ സ്ഥാനത്ത് നമ്മൾ iQube നമ്മുടെ കേസ് നോക്കുകയാണ്. iQube 9 അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് 950 വാട്ട്സിൻ്റെ ചാർജറാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് 2 മണിക്കൂർ കൊണ്ട് വണ്ടി 0 to 80% ബാറ്ററി അച്ചീവ് ആവും. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ പ്ലസ് പോയിന്റാണ് നിൽക്കുന്നത് iQube തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഫൈനലി ചോദ്യമാണ് ഏതാണ് ബെസ്റ്റ് വാല്യൂ ഫോർ മണി. ഇത് നമ്മൾ ഓലയുടെ S1X 2 kW അതുപോലെ iQube 9 കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് iQube തന്നെയാണ്. കാരണം വേറെ ഒന്നല്ല, നമുക്ക് എല്ലാം കൊണ്ട് നോക്കുമ്പോൾ എപ്പോഴും പ്ലസ് പോയിന്റ് നിൽക്കുന്നത് iQube തന്നെയാണ്. അപ്പോൾ ആക്ച്വലി എൻ്റെ പേഴ്സണൽ ഒരു റെക്കമെൻഡേഷൻ ഞാൻ പറയുകയാണ്, തീർച്ചയായും നിങ്ങൾ iQube പോകുന്നതൊക്കെ നല്ലത് ഓലയുടെ S1X 2 kW കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത്ര ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.